വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 3 ആയി എന്നുള്ള ഒരു അപ്ഡേറ്റുമായി സുർജിത്ത് എത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 58 പേർ ആശുപത്രിയിലുണ്ട്. 14 പേർ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രികളിലുമാണ്. 473 പേർക്ക് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായിട്ടുണ്ട്. ഇതിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗവ്യാപനം തടയാൻ കോളിയാടി മാർ ബസേലിയോസ് AUP സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിൽ ഇന്ന് ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. സുപ്രഭാതം സുർജിത്ത് അയ്യപ്പത്ത്. ഷിഗല്ല പടരുന്നത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഷിഗല്ലയിലേക്ക് എത്തിച്ച ആ ജലത്തിന്റെ ഉറവിടം, ജലസ്രോതസ് ഏതാണെന്ന് കണ്ടെത്തിയോ? അവിടെ ക്ലോറിനേഷൻ അടക്കം നടത്തിയോ? സുപ്രഭാതം സുജയ. ഇതിന്റെ ഉറവിടം എവിടെ എന്നുള്ളത് കണ്ടെത്തൽ നടന്നിട്ടില്ല. പ്രധാനമായും ഈ കോളിയാടിയിലെ മാർ ബസേലിയോസ് AUP സ്കൂളിൽ നിന്നാണ് ഇതിന്റെ ഉറവിടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പക്ഷേ അവിടേക്ക് എങ്ങനെ ഈ രോഗാണു എത്തി എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഇനി ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് മാരത്തോൺ ഡ്രൈവാണ്, അതായത് ക്ലോറിനേഷൻ ഡ്രൈവാണ് നടക്കുന്നത്. അത് ഈ കോളിയാടി സ്കൂളിൽ മാത്രമല്ല, പരിസര പ്രദേശങ്ങളിൽ പഞ്ചായത്തിന്റെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മറ്റ് സ്കൂളുകളിലെല്ലാം തന്നെ ഒരു വലിയ രീതിയിലുള്ള ക്ലോറിനേഷൻ ഡ്രൈവിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ശുചീകരണം ഉറപ്പാക്കുക, മാത്രമല്ല വൃത്തിഹീനമായ സാഹചര്യം ഒഴിവാക്കുക, അതോടൊപ്പം തന്നെ ഈ കുടിവെള്ളം കൃത്യമായ രീതിയിൽ തന്നെ ആണോ എന്നുള്ളതിന്റെ പരിശോധന നടത്തുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗബാധിതരുടെ, അതായത് ഈ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച ആശുപത്രിയിലായവരുടെ എണ്ണം കുറയുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. നേരത്തെ 78 പേരായിരുന്നു കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ചെയ്തിരുന്നത്. അവരിൽ അത് 58ആയി ചുരുങ്ങുന്നൊരവസ്ഥയുണ്ട്. ഇത് താലൂക്ക് ആശുപത്രിയിൽ ആണ് 14 പേർ ഇപ്പോഴും ഉള്ളത്. ഇതുവരെ 473 പേർക്കാണ് രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അതിൽ 470 പേരും വിദ്യാർത്ഥികളാണ്. അത് കോളിയാടി സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. അതുമാത്രമല്ല 3 പേർ, ആ 3 പേരിൽ ഒരാൾ അധ്യാപകനായിരുന്നു, ഒരാൾ 2 പേർ രക്ഷിതാക്കളായിരുന്നു. അങ്ങനെയാണ് 473 പേർ ചികിത്സ തേടിയത്. ആരുടെയും ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നങ്ങളില്ല. ഇന്നലെ തന്നെ ആരോഗ്യമന്ത്രി സ്ഥലത്തെത്തി കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. ആരുടെയും ആരോഗ്യനില പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉറപ്പാക്കുന്നത്. ആവശ്യമായ മരുന്നുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്, എല്ലാ രീതിയിലുള്ള ഇനി കൂടുതൽ രോഗികൾ എത്തിയാൽ അവർക്ക് വേണ്ടിയുള്ള വാർഡുകൾ തുറക്കാനുള്ള സംവിധാനവും താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയവർ ചെലവ് വഹിക്കാനും സർക്കാർ തീരുമാനം എടുത്തിട്ടുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്ക് ഇടമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ വ്യക്തമാക്കുന്ന കാര്യം. സുജയ, ഇപ്പോൾ ഈ ഷിഗല്ലോസിസ് വരുന്നത് അത് പ്രധാനമായും മറ്റ് ഇടങ്ങളിൽ, ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കാണുന്നു, കുട്ടികളാണ് കൂടുതലും ഇതിന് ഇരയാകുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ ഷിഗല്ല നമ്മുടെ ദഹന വ്യവസ്ഥയെ, കുടലുകളെ ബാധിക്കുന്ന ബാക്ടീരിയയാണ്. അപ്പോൾ മലിനമായ വെള്ളം, ഭക്ഷണം, വൃത്തിഹീനമായ കുടിവെള്ള സ്രോതസ്സുകൾ, കിണറുകൾ, പഴകിയ ഭക്ഷണം, ഇതൊക്കെയാണ്, അല്ലെങ്കിൽ സമ്പർക്കം ഇതുവഴിയാണ്. എന്നാലും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലൂടെ, വെള്ളം കുടിക്കുന്നതിലൂടെയാണല്ലോ സുർജിത്ത് വരുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ചും സ്കൂളുകൾക്ക് ഈ കുടിവെള്ള സ്രോതസ്സുകൾ സംബന്ധിച്ച് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്നതാണ് അറിയേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള നിർദ്ദേശങ്ങളിലേക്ക്, പ്രത്യേകിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ് തന്നെ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടോ, പ്രത്യേകിച്ചും ഇത്രയും കുട്ടികൾക്ക് വന്ന ഒരു സാഹചര്യത്തിൽ സുർജിത്ത്? തീർച്ചയായും സുജയ, കാരണം ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ, അതായത് ഈ രോഗവ്യാപനം, ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണെന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ആരോഗ്യവകുപ്പ് ചികിത്സ നൽകിയത് വഴി തന്നെ അവർക്ക് മനസ്സിലായിരുന്നു. DMO ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇത് മറ്റൊരു അസുഖമല്ല, ഇത് ബാക്ടീരിയയുമായി ബന്ധപ്പെട്ട ഒരു അസുഖമാണെന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം, 2 ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ ഫലം പുറത്തു വന്നത്. 21 സാമ്പിളുകളാണ് ശേഖരിച്ചത്. ആ 21 സാമ്പിളുകളിൽ 2 എണ്ണം അത് പോസിറ്റീവായി മാറുകയായിരുന്നു. ഷിഗല്ലയാണെന്നുള്ള ബോധ്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇന്നലെ ഒരു കുട്ടിക്ക് കൂടി രോഗ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഈ മുന്നൊരുക്കങ്ങൾ നടത്താൻ വേണ്ടി, അതായത് മറ്റു സ്കൂളുകളിലും ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സെക്കൻഡറി കോൺടാക്ട് ഉള്ള ആളുകളുണ്ടാവും. അതായത് ഈ കുട്ടികളുടെ സഹോദരങ്ങൾ, ഇപ്പോൾ രോഗബാധിതർ, രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചവരുടെ കുട്ടികൾ ഉൾപ്പെടെ മറ്റു സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടാകും. ആ സ്കൂൾ അങ്ങനെ 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു പ്രൊഫഷണൽ കോളേജ് അടക്കം 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണമുണ്ട്. ഇത് പടരുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള അതിൽ കൃത്യമായ രീതിയിലുള്ള നിരീക്ഷണം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. മാത്രമല്ല ഈ ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികൾ, നേരത്തെ 35 കുട്ടികളോളം ട്രൈബൽ മേഖലയിൽ നിന്നുള്ള കുട്ടികളാണ്. ആദിവാസി ഉന്നതികളിൽ പോലും ഈ ശുചിത്വം പാലിക്കുന്നുണ്ടോ എന്നുള്ള ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ നടത്താൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവൃത്തികൾക്കായി 1 ലക്ഷം രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും 1 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടെല്ലാം തന്നെ ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് കിണറുകളിലെ ക്ലോറിനേഷൻ അടക്കമുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകി
നൽകിയിട്ടുണ്ട്. ഇത് പ്രധാനമായും പടരാനുള്ള സാഹചര്യം ഒന്ന് വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്ന് പടരാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടിവെള്ള സ്രോതസ്സിൽ നിന്നുള്ള സാധ്യതയുണ്ട്. അപ്പം തന്നെ ഈ കൈ കഴുകാനൊക്കെ മറ്റ് ചിലപ്പോൾ വേറെ കിണറിൽ നിന്നാവും വെള്ളമെടുക്കുക, അങ്ങനത്തെ ഒരവസരമുള്ള അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള കിണറുകളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടക്കാൻ പോകുന്ന ഒരു മാരത്തോൺ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ്, അത് ക്ലോറിനേഷൻ ഡ്രൈവാണ്. പരമാവധി ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള പൊതുവായി വെള്ളം ലഭിക്കുന്ന ജലസ്രോതസ്സുകളടക്കം ശുചീകരിക്കുക എന്നുള്ള ദൗത്യമാണ് നടക്കുന്നത്. അങ്ങനെ ഉറപ്പാക്കുക, കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ അത് മലിനജലമല്ല എന്നുള്ള ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലും വിപുലമായ യോഗം ചേർന്നിരുന്നു. യോഗം ചേർന്ന് അത് പ്രാദേശിക തലത്തിൽ, വാർഡ് തലത്തിൽ പോലും യോഗം ചേർന്ന് ഈ അഫക്റ്റഡ് ഏരിയയിലെല്ലാം തന്നെ പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സുജിയ. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഷിഗല്ലയെ നമ്മൾ കരുതേണ്ട ഒരു അസുഖമാണ്, പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത്. അതുപോലെ തന്നെ നമ്മൾ മലിനജലവുമായി നേരിട്ട് സമ്പർക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എപ്പോഴും മഴക്കാലത്താണ്. അങ്ങനെയുള്ള സമ്പർക്കം പരമാവധി നമ്മൾ ഒഴിവാക്കണം. അതോടൊപ്പം തന്നെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ കൃത്യമായി ചികിത്സ തേടാനും മടിക്കരുത്. രക്തം കലർന്ന വയറിളക്കം, വയറുവേദന, വയറുവീക്കം, ഛർദിൽ, ഓക്കാനം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ ചികിത്സ തേടുക. ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു ഇൻഫെക്ഷനാണ് എന്ന് കരുതുക. കരുതലോടെ മുന്നോട്ട് പോവുക.